എതിർപ്പുണ്ടോ ഷാബു? അതിന് എതിർപ്പുണ്ടോ? പോളിസി ഡിസിഷനാണ്. ഇപ്പോൾ തന്ത്രി ഇതിനകത്തേക്ക് വലിച്ചിടിച്ചു കൊണ്ടുവന്നാൽ മറ്റുള്ളവർ രക്ഷപ്പെടും. തന്ത്രിയുടെ കാര്യം കോടതി ഒന്നും പറഞ്ഞിട്ടുമില്ല ഇതുവരെ. മഞ്ജുഷേ, ഇപ്പൊ ഇവിടെ സർക്കാരിന് യാതൊരു ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ആയ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ സർക്കാരിനോ CPM പാർട്ടിക്കോ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമപരമായി ശരിയാണ്. പക്ഷെ എൻ്റെ ചോദ്യം വളരെ ശ്രീകോവിൽ അയ്യപ്പൻ്റെ ശ്രീകോവിൽ ഇരിക്കുന്ന ആ അയ്യപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്ന ആ ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ ഇളക്കി എടുത്തുകൊണ്ട് പോകുന്നതിൽ തന്ത്രിയുടെ അനുവാദമില്ല, തന്ത്രിക്ക് അതിൻ്റെ അകത്ത് ഒരു റോളുമില്ല എന്ന് പറഞ്ഞാൽ, തന്ത്രി അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. സാമാന്യ ബോധമുള്ളവർക്ക്. അതായത് അതുമല്ല, ഈ വാതിൽ ഇപ്പൊ പറഞ്ഞ എനിക്കോ നിങ്ങൾക്കോ അറിയാൻ പറ്റില്ല, ശരി, ഞാൻ സമ്മതിക്കുന്നു. ഒരു പക്ഷേ തന്ത്രിക്കും അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഈ വാതിലിൽ എന്നും എല്ലാ മാസവും എഴുന്നേല് തുറക്കുന്നതും അടയ്ക്കുന്നതും ഈ വാതിൽ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്നത് ഈ മേൽശാന്തിയും തന്ത്രിയും ഒക്കെ തന്നെയാണ്. അവർക്ക് അതിൻ്റെ അകത്ത് ചിലപ്പം അവർ സ്വർണ്ണ എനിക്കൊരു അത്ഭുതം തോന്നിയ ഒരു കാര്യമുണ്ട്. അതായിരിക്കും ഈ താങ്കളും നേരത്തെ അത് പറഞ്ഞു തുടങ്ങിയത്. ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നത് എങ്ങനെയാണ് ആ വാതിൽ അവിടെ നിന്ന് അഴിച്ചെടുത്തതിനെ പറ്റി താങ്കളും അത് പറയുകയുണ്ടായി. ഞാനും പറഞ്ഞിരുന്നു, പൂജ നടക്കുന്ന സമയത്താണ് അത്. ഹൈക്കോടതിയുടെ ഉത്തരവിൽ അത് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഈ സമയത്താണോ ഇത് ചെയ്യേണ്ടത്? വാചകം ഇങ്ങനെയാണ്: മിസ്റ്റർ പോറ്റി എംപ്ലോയ്ഡ് വൺ മിസ്റ്റർ നന്ദൻ, എ കാർപ്പന്റർ, ആൻഡ് ഹി വാസ് ബ്രോട്ട് ടു സന്നിധാനം ടു ടേക്ക് ദ മെഷർമെന്റ്സ് ഓഫ് ദ മെയിൻ ഡോർ. As Nandan had come to Sannidhanam during the period when the Nada was open. അത് ഹൈക്കോടതി എടുത്തു പറയുന്നുണ്ട്. അത് അറിയുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കണം ഹൈക്കോടതി അങ്ങനെ പറഞ്ഞത്. കീഴ്ശാന്തിസ് had removed the doors and handed over to him for taking the measurements, and thereafter the doors were placed back എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നട തുറന്നിരുന്ന സമയത്ത് കീഴ്ശാന്തികളാണ് അത് എടുത്ത് നൽകിയത് എന്ന്. അതിന് കുഴപ്പമില്ലേ? മഞ്ജുഷ, എന്ത് കുഴപ്പമാണ്? ദേവസ്വം ബോർഡ് വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു സ്പോൺസറെ കിട്ടി, മുമ്പുള്ള ഗോൾഡ് ക്ലാഡിങ്ങിനേക്കാൾ മെച്ചപ്പെട്ട ഗോൾഡ് ക്ലാഡിംഗ് കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമുക്ക് വെറുതെ ഒരു സിറ്റുവേഷൻ ആലോചിക്കാം. ഇപ്പൊ 2.5 കിലോഗ്രാം അല്ലേ, പകരം 5 കിലോഗ്രാം തനി സ്വർണത്തിൽ ക്ലാഡ് ചെയ്ത ആ നമ്മുടെ വാതിലാണ് തിരിച്ചു വന്നതെന്നിരിക്കട്ടെ. ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? കീശാന്തിമാരോട് പറയുന്നു, അതവിടെ ഞാൻ ശബരിമല ശ്രീകോവിൽ ഉള്ളിൽ കയറി തന്ത്രി തുറന്നു പറയണമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. തന്ത്രി തുറന്നു പറഞ്ഞല്ലോ. തന്ത്രി താങ്കൾ പറഞ്ഞതുപോലെ 5 കിലോ സ്വർണം കൊണ്ടുവന്ന ഇവിടെ ഈ കുറച്ചുകൂടെ ഗംഭീരമാക്കാം ഈ വാതില്, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എന്ന് തന്ത്രിക്ക് പറയാമല്ലോ. അങ്ങനെയല്ലല്ലോ തന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒരു സെക്കൻഡ്, 2.5 കിലോഗ്രാം വരെയാണെന്ന് അതുവരെ ആർക്കെങ്കിലും അറിയായിരുന്നു? ഈ ഡീറ്റെയിൽസ്, ഈ റെക്കോർഡെല്ലാം നമുക്കറിയായിരുന്നു. ദേവസ്വം ബോർഡുകാർക്ക് നമുക്ക് ശബരിമലയായിട്ട് എന്താണ് ബന്ധമുള്ളത്? നേരെ തിരിച്ചാണ്. താങ്കൾ എന്തെങ്കിലും അനാവശ്യമായി CPM-കാർക്ക് ഡിഫൻസ് കൊടുക്കാൻ വേണ്ടി പറയണം. അനാവശ്യമായി CPM-കാർക്ക് ഡിഫൻസ് മുരാരി ബാബു തനിക്ക് എഴുത്ത് തന്നതാണ് എന്ന് തുറന്നു പറയണം. മുരാരി ബാബു തനിക്ക് എഴുത്ത് തന്നിട്ട് തന്നെയാണ് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, പറയണം എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമ്മൾ തന്ത്രിയെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, കാരണം അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തിയ ആളുകൾ അതിൽ പറഞ്ഞു പോകും. നമ്മൾ തന്ത്രിയിലേക്ക് പോകണ്ട. ശരി, പക്ഷെ ന്യായമായ ഒരു ചോദ്യമാണ് കേട്ടോ. തന്ത്രി ഒന്നും അറിഞ്ഞില്ലേ, ശാന്തി അറിഞ്ഞില്ലേ എന്നൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. അല്ലല്ല, അതിന്റെ മറുപടി ഒറ്റ വരിയിൽ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈക്കോടതി പറയണ്ടേ? ഹൈക്കോടതി തന്ത്രിയിൽ എന്തെങ്കിലും സംശയം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഹൈക്കോടതി പോലും പറയാത്ത ഹൈക്കോടതി തന്ത്രിയെ വലിച്ചിടുന്നത് CPM-കാർക്ക് ഡിഫൻസ് കൊടുക്കാനാണ്. CPM-കാർക്ക് ഡിഫൻസ് കൊടുക്കാനും അവർക്ക് പരിചയ കൊടുക്കാനും വേണ്ടി ഇപ്പൊ സഖാവ് അനിൽകുമാറിനെ സർക്കാരിനെയും CPM-നെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഒഫീഷ്യൽ റെക്കോർഡുള്ളവരുടെ കാര്യം മാത്രമേ അഡ്വക്കേറ്റ് അനിൽ പിള്ളയിൽ ഇവിടെ 2019